ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. നിർത്തിവച്ചിരുന്ന സഭാ നടപടികൾ പുനരാരംഭിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാത്തതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിപക്ഷ മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. കാഴ്ച പരിമിതരുടെ നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് ഉത്തർപ്രദേശുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഇരുസഭകളിലും നടപടികൾ പുനരാരംഭിച്ചു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ലോക്സഭ രാവിലെ സമ്മേളിച്ചപ്പോൾ കോൺഗ്രസ്, ജെഡിയു, ഇടത് പാർട്ടികൾ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷാംഗങ്ങളോട് സീറ്റിലേക്ക് മടങ്ങാൻ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് സഭ ആദ്യം 12 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 4 തവണയാണ് രാജ്യസഭ നിർത്തിവച്ചത്. ആദ്യം 11:15 വരെയും തുടർന്ന് 12 വരെയും സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം തുടരുകയാണ്. പാർലമെന്റ് സമുച്ചയത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അനുകരിച്ച നടപടിയിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംഭവം ഏറെ ആശ്ചര്യമുണ്ടാക്കിയതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ അവകാശമുണ്ടെങ്കിലും അത് മാന്യതയോടെയും മര്യാദയോടെയും വേണമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി തന്നെ ഫോണിൽ വിളിച്ചതായും ദുഃഖം രേഖപ്പെടുത്തിയതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാധ്യമായ പിന്തുണ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് തടയുന്നതിനായി സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ സംസ്ഥാന പ്രതിനിധികൾ യോഗത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്ത് 2000 കടന്ന കോവിഡ് കേസുകൾ. ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 2041 കേസുകളാണ് സംസ്ഥാനത്തുള്ളത്. രാജ്യത്താകെ 2311 ആക്ടീവ് കേസുകളാണുള്ളത്. ഇന്നലെ മാത്രം കേരളത്തിൽ 292 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട് 13, മഹാരാഷ്ട്ര 11, ഡൽഹി 3, ഗോവ 1, ഗുജറാത്ത് 3, കർണാടക 11, പഞ്ചാബ് 1, പോണ്ടിച്ചേരി 4, തെലങ്കാന 4 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കോവിഡ് കണക്കുകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് സംസ്ഥാനത്ത് പര്യടനം തുടരും. തിരുവനന്തപുരത്ത് പനവൂർ, വെമ്പായം പഞ്ചായത്തുകളിലാണ് ഇന്ന് പര്യടനം നടക്കുന്നത്. ഇടുക്കിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിലും കോട്ടയത്ത് അകലക്കുന്നം, കിടങ്ങൂർ പഞ്ചായത്തുകളിലും കൊല്ലത്ത് ശാസ്താംകോട്ട, പോരുവഴി പഞ്ചായത്തുകളിലും യാത്ര ഇന്ന് എത്തിച്ചേരും. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര മഞ്ഞള്ളൂരും ആവോലി ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. നഗരപ്രദേശത്ത് വൈറ്റില മൊബിലിറ്റി ഹബിലാണ് പര്യടനം. പാലക്കാട് തിരുമിറ്റക്കോട്, അയിലൂർ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിലൂടെ നടത്തുന്ന യാത്ര ഒറ്റപ്പാലം നഗരസഭയിലെ 2 പര്യടനം നടത്തും. മലപ്പുറത്ത് വെട്ടത്തൂർ, മേലാറ്റൂർ പഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ, നൊച്ചാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് യാത്രയുടെ ഭാഗമായ പൊതുസമ്മേളനം. കണ്ണൂരിൽ ഇന്ന് കടമ്പൂർ പഞ്ചായത്തിലെ കാടാച്ചിറ ടൌണിലും പെരളശ്ശേരി പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലും യാത്ര എത്തിച്ചേരും. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലെ സൌജന്യ ഡ്രോൺ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കൃഷിയിടങ്ങളിൽ മരുന്ന് തളിക്കുന്നതിന് ഡ്രോൺ സംവിധാനം ഏറെ ഉപകാരപ്രദമാണെന്ന് ഇടുക്കി താലൂക്കിലെ കർഷകൻ സുരേഷ് ആകാശവാണി വാർത്തകളോട്.
5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരേക്കർ സ്ഥലത്ത് മരുന്നടിക്കാൻ പറ്റുന്ന ഡ്രോൺ സംവിധാനം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുകയും അത് വൻ വിജയമാക്കി തീർക്കാനും അതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഭമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകൾക്ക് അതൊരു ബിസിനസ് ആക്കി വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ 80% സബ്സിഡിയോടുകൂടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് ബാക്കി വരുന്ന 20% ബാങ്കുകൾ ലോണായിട്ടും കൊടുക്കും. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള കൃഷി നയത്തിന്റെ ഭാഗമായിട്ട് കൃഷികൾ ലാഭമാക്കുന്നതിന് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്തും. നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. ആദ്യ സദസ്സ് വർക്കലയിലാണ്. വൈകിട്ട് 6-ന് വർക്കല ശിവഗിരി മഠം ഓഡിറ്റോറിയമാണ് നവകേരള സദസ്സിന് വേദിയാകുന്നത്. പൊതുജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുന്നതിനായി 23 കൌണ്ടറുകളാണ് വേദിക്കരികിലായി സജ്ജമാക്കിയിട്ടുള്ളത്. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ നിവേദനങ്ങൾ സ്വീകരിക്കും. കൊല്ലത്ത്, ചടയമംഗലം, ചാത്തന്നൂർ, ഇരവിപുരം മണ്ഡലങ്ങളിലും ഇന്ന് സദസ്സ് നടക്കുന്നുണ്ട്. നാളെ ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. മറ്റന്നാൾ കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സോടെ നവകേരള സദസ്സ് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്താൽ തങ്ങൾ ശാന്തരായിരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മറിച്ചാണെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും അടിച്ച ആളുകളെ തിരിച്ചടിക്കാൻ തങ്ങൾക്കും സാധിക്കുമെന്നും ശ്രീ സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അധികാരം ദുരുപയോഗം ചെയ്താണ് പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടക്കുകയാണ്. ശബരിമലയിൽ ഇന്നലെ മുതൽ വീണ്ടും വൻ ഭക്തജനത്തിരക്ക്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ എത്താൻ 12 മണിക്കൂർ ക്യൂ നിൽക്കണം. മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്നലെ ആരംഭിച്ച വൻ ഭക്തജനത്തിരക്ക് ഇന്നും ശബരിമലയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ പേരെത്തിയത് ഇന്നലെയായിരുന്നു. 94,452 പേർ ദർശനം നടത്തി. ഇന്ന് രാവിലെ 10 വരെയുള്ള കണക്ക് പ്രകാരം 39,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. പമ്പയിൽ നിന്ന് സന്നിധാനത്ത് വരെ എത്താൻ 12 മണിക്കൂർ ക്യൂവിൽ തീർത്ഥാടകർ തുടരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് പമ്പയിലെത്തിയവർ ഇന്ന് രാവിലെയാണ് സന്നിധാനത്തെത്തിയത്. ക്യൂവിൽ തുടരുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും തിരക്ക് വർദ്ധിക്കുമ്പോൾ കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട്. പ്രധാന ഇടത്താവളങ്ങളിൽ ഇന്നും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദർശനം നടത്തിയവർ സന്നിധാനത്ത് തങ്ങാതെ മലയിറങ്ങണമെന്നും അറിയിപ്പുകൾ നൽകുന്നുണ്ട്. കാഴ്ച പരിമിതരുടെ നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് ഉത്തർപ്രദേശുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ഗ്രൂപ്പ് സി 2-ാം മത്സരത്തിൽ 56 റൺസിന് കേരളം ഒഡീഷയോട് പരാജയപ്പെട്ടിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഝാർഖണ്ഡിനെ ഉത്തർപ്രദേശ് 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫോക്ക് ഫെസ്റ്റിവൽ ആരംഭിച്ചു. വൈകിട്ട് നടൻ വി.കെ. ശ്രീരാമൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വർത്തമാനകാലത്ത് അവശത അനുഭവിക്കുന്ന പാരമ്പര്യ കലാകാരന്മാർക്ക് അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരം കൂടി ഫെസ്റ്റിൽ ലഭ്യമാണ്. കുട്ടികളിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കാനും മരണം വരെ സംഭവിക്കാനുമുള്ള പ്രധാന കാരണം വാക്സിൻ എടുക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള വിമുഖതയാണെന്ന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്. മീസിൽസ്, ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൌരവമുള്ളതാണ്. കുത്തിവയ്പ്പുകൾക്കെതിരെ കുപ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും കണ്ണൂരിൽ നടന്ന വാർഷിക കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. നിർത്തിവച്ചിരുന്ന സഭാ നടപടികൾ പുനരാരംഭിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടന്നു. യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാത്തതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിപക്ഷ മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. കാഴ്ച പരിമിതരുടെ നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് ഉത്തർപ്രദേശുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.